ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാൽപ്പാടയാണ് ഇതിനാവശ്യമായിട്ടുള്ള വൺ ആൻഡ് ഓൺലി ഇൻഗ്രീഡിയൻറ്റ്. പാല് തിളപ്പിച്ച് അത് തണുത്ത് കഴിയുമ്പോഴേക്കും ഇതുപോലെ പാട കിട്ടും. ആ പാട എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഡെയിലി അങ്ങനെ കളക്ട് ചെയ്ത് പാട കുറച്ചാകുമ്പോൾ നമുക്കത് ഉപയോഗിച്ച് നെയ്യ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാൽപ്പാട മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അത്രയും തന്നെ തണുത്ത വെള്ളവും ഒഴിക്കണം. അപ്പോൾ അതിന് പറ്റിയ വലിയ ജാറ് തന്നെ എടുക്കണം. ഇത് വെണ്ണ കടയുന്നതാണ് കേട്ടോ. പണ്ടൊക്കെ വെണ്ണ കടയാൻ ഉപയോഗിച്ചിരുന്നത് കടകോലാണ്. അതൊക്കെ ഭയങ്കര മെനക്കെട്ട് പിടിച്ച പണിയല്ലേ. മിക്സി ആകുമ്പോൾ എളുപ്പത്തിലും വേഗത്തിലും ആ പണിയങ്ങ് കഴിയും. മിക്സിയുടെ ഒച്ചയായിട്ട് ഉറങ്ങിക്കിടന്ന ടുട്ടൻ എഴുന്നേറ്റ് വന്നു. പിന്നെ അവനെ വെച്ചായി ബാക്കി പണിയെല്ലാം. ഇതിങ്ങനെ കുറച്ചു നേരമായിട്ട് അടിച്ചു കഴിയുമ്പോഴേക്കും ലൈറ്റ് യെല്ലോ കളറിൽ വെണ്ണ മുകളിൽ പൊങ്ങി വരും. ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെണ്ണ അതിലേക്ക് കളക്ട് ചെയ്യാം. പാൽപ്പാട ഉപയോഗിച്ചെടുക്കുന്നത് കൊണ്ട് വെണ്ണയ്ക്ക് പാലിൻ്റെ സ്മെല്ലുണ്ടാകും. ആ സ്മെല്ല് കളഞ്ഞ് കഴുകിയെടുക്കാനാണ് വെള്ളത്തിലേക്ക് ഇടുന്നത്. 1-2 തവണ ഈ കഴുകൽ ആവർത്തിക്കാം. വെണ്ണ തിന്നാൻ കൊടുത്തപ്പോൾ ടുട്ടനത് വേണ്ട, അല്ലെങ്കിലും നല്ല സാധനമൊന്നും നമുക്ക് പിടിക്കില്ലല്ലോ. കഴുകിയെടുത്ത വെണ്ണ ചട്ടിയിലേക്ക് മാറ്റി അടുപ്പത്തേക്ക് വെക്കാം. ആദ്യം തന്നെ ലോ ഫ്ലെയിമിലിട്ട് വെണ്ണ അങ്ങോട്ട് ഉരുക്കിയെടുക്കാം. വെണ്ണ പതിയെ ഉരുകി വരുന്നത് നമുക്ക് കാണാൻ പറ്റൂ കേട്ടോ. വെണ്ണ അങ്ങ് ഉരുകി കഴിയുമ്പോഴത്തേക്കും പിന്നെ കൈ വിടാതെ അങ്ങോട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. അടുക്കി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ടാണ് ഇളക്കണം എന്ന് പറയുന്നത്. പിന്നെ വെണ്ണ ഉരുക്കുന്നതിൻ്റെ കൂടെ ഇതങ്ങോട്ട് പതഞ്ഞ് പൊന്തി ഇങ്ങോട്ട് വരും. പേടിക്കണ്ട, അതൊക്കെ സ്വാഭാവികമാണ്. പതഞ്ഞു പൊങ്ങുന്നത് കൊണ്ട് തവിയിട്ടോടാണ്ട് ഇളക്കലങ്ങോട്ട് തുടരാം. ഇളക്കി ഒരു പരുവാകുമ്പോൾ നെയ്യൊക്കെ ഊറി പാല് വിരിഞ്ഞ കണക്ക് കിടക്കും. വീണ്ടും കുറച്ചു നേരം കൂടി ഇളക്കങ്ങോട്ട് തുടരുമ്പോൾ നെയ്യൊക്കെ ഉരുക്കി അങ്ങോട്ട് തിളച്ചു തുടങ്ങും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ പാല് വിരിഞ്ഞ പോലുള്ള സാധനം അടിയിലങ്ങോട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. ചൂടാറിയതിന് ശേഷം നെയ്യ് മാത്രം മറ്റൊരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു വയ്ക്കാം. പിന്നെ ആ പാല് വിരിഞ്ഞ സാധനം അതാരും കളയണ്ട കേട്ടോ, അത് നമുക്ക് കഴിക്കാം. ഇത് കഴിക്കാന്ന് വെച്ചാൽ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് പിടിക്കില്ല. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് വീണ്ടും അങ്ങോട്ട് അടുപ്പത്തേക്ക് കയറ്റിക്കോളുക. പഞ്ചസാര ഉരുകി വരുമ്പോൾ കുറച്ച് തേങ്ങയും ചേർത്ത് മിക്സ് ചെയ്ത് ചൂടാറുമ്പോൾ എടുത്ത് കഴിക്കാം. പിന്നെ പഞ്ചസാരയും തേങ്ങയും ഒന്നും ചേർക്കാതെ അത് ചോറിലേക്കിട്ട് മിക്സ് ചെയ്ത് കഴിച്ചാലും നല്ലതാണ്. പിന്നെ ഇതെങ്ങനെ കഴിച്ചാലും സ്വന്തം റിസ്കിൽ മാത്രം കഴിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, എല്ലാവർക്കും ഇതിൻ്റെ ചുവ അങ്ങോട്ട് പിടിക്കില്ല. അപ്പോൾ ശരി, ബൈ.